ഗുരുപൂർണിമാ ദിനത്തിൽ സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ പാദപൂജ എന്ന പേരിൽ വിദ്യാർത്ഥികളെ കൊണ്ട് കാൽ കഴുകിപ്പിച്ച നടപടിയെ വിമർശിച്ച് കെ ശൈലജ ടീച്ചർ. മുതിർന്നവരെ പോലെ തന്നെ വ്യക്തിത്വവും അവകാശവുമുള്ളവരാണ് കുട്ടികളെന്നും അവരെ കൊണ്ട് കാൽ കഴുകിപ്പിച്ച നടപടി ശരിയായില്ലെന്നും ശൈലജ ടീച്ചർ ഫേസ്ബുക്കിൽ കുറിച്ചു. ശാസ്ത്രബോധവും സാമൂഹ്യ ഉത്തരവാദിത്വവും വളർത്തിയെടുത്തുകൊണ്ടാണ് കുട്ടികളെ നാളെയുടെ നല്ല പൗരന്മാരായി വാർത്തെടുക്കേണ്ടതെന്നും ശൈലജ ടീച്ചർ പങ്കുവെച്ച പോസ്റ്റിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം കാസർഗോഡും കണ്ണൂരും ആലപ്പുഴയിലും അടക്കം വിവിധ ജില്ലകളിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാൽ കഴുകിപ്പിച്ചിരുന്നു. ആലപ്പുഴ നൂറനാട് BJP നേതാവിന്റെ കാൽ കഴുകിച്ചത് വിവാദമായിരുന്നു. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയും പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഗുരുപൂജ വിവാദത്തിൽ പ്രതികരണവുമായി CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക്. ഈ സംസ്കാരം തള്ളിക്കളഞ്ഞാണ് കേരളം ഇവിടെ വരെ എത്തിയതെന്ന് തോമസ് ഐസക് പറഞ്ഞു. വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് പറഞ്ഞതിൽ നിന്നും ഒരുപാട് മാറി. ആ കാലത്തേക്ക് തിരികെ കൊണ്ടുപോകാൻ ആര് വന്നാലും അനുവദിക്കില്ലെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ഞങ്ങൾ ഈ സംസ്കാരമൊക്കെ തള്ളിക്കളഞ്ഞിട്ടാണ് കേരളം ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിട്ടാണ്. എത്ര അടി അകലത്തില് ഓരോ ജാതിയും മറ്റു ജാതിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് നിയമം ഉണ്ടായ സ്ഥലത്താണ്, ഭ്രാന്താലയം എന്ന് വിവേകാനന്ദൻ പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ആ സംസ്കാരത്തെയൊക്കെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ആ കാലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ഗവർണറല്ല വേറെ ആര് വന്നാലും അനുവദിക്കില്ല കേരളം. CPIM നേതാവും മുൻ MLAയുമായ PK ശശിയെ കോൺഗ്രസിൽ എത്തിക്കാനുള്ള നീക്കത്തിൽ എതിർപ്പുമായി യൂത്ത് കോൺഗ്രസ്. ശശിയെ എടുത്താൽ UDF ദുർബലപ്പെടുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽകിഫിൽ. സ്ത്രീകളെ അപമാനിച്ചവർക്കുള്ള ഒളിത്താവളമല്ല കോൺഗ്രസ് എന്നും ദുൽകിഫിലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ശശി പാർട്ടി വിരുദ്ധ നിലപാടെടുത്താൽ പരിശോധിക്കുമെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EK സുരേഷ് ബാബുവും വ്യക്തമാക്കി. പാലക്കാട് ജില്ലയിലെ മുതിർന്ന CPIM നേതാവും KTDC ചെയർമാനും മുൻ MLAയുമായ PK ശശി കോൺഗ്രസിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് എതിർപ്പറിയിച്ച് യൂത്ത് കോൺഗ്രസ് രംഗത്ത് വരുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി